ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ലേ അടുത്തേ? ഈ ടെൻഷനൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാവുന്നതല്ലേ. കാത്തിരുന്നേ പറ്റൂ. വരുണെന്താ ഫോൺ എടുക്കാത്ത? നീ ആ കോൾ എടുക്ക്. ഹലോ വരുൺ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ക്ഷമ മേഡത്തിന്റെ കാര്യം. എടോ, ഞാനും അച്ഛനും ഒന്നിച്ചിരുന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഹലോ വരുൺ, ഹലോ ഹലോ. ഞാൻ പിന്നെ ആരോടാ പറയാ? വരുണിനെ എപ്പോഴാ വിളിക്ക? വരുൺ, വിദേശത്തേക്ക് കയറ്റി അയച്ച നമ്മുടെ എക്സ്പോർട്ട് ഗുഡ്സിൽ മയക്കുമരുന്ന് കണ്ടെത്തി എന്നത് ചെറിയ കാര്യമല്ല. അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് എന്തൊക്കെയാ നഷ്ടപ്പെട്ടതെന്നറിയോ? ഇന്ന് വരെയുള്ള നീക്കിയിരിപ്പുകൾ, കണിമംഗലത്തിന് സ്വന്തമായിട്ടുള്ള വസ്തുവകകള്, എന്തിന് നമ്മുടെ വീടടക്കം പണയത്തിലാണ്. അറിയാച്ച, എല്ലാം തിരിച്ചു പിടിക്കാന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ. തിരിച്ചു പിടിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും അറിഞ്ഞാൽ കണിമംഗലത്തിന് ഇന്ന് വരെ ഉണ്ടായിരുന്ന ക്രെഡിബിലിറ്റി തകരും. പിന്നെ മുന്നോട്ട് ഒരു ചുവട് വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ സർ. വേറൊരു കാര്യം കൂടി, ഇനി മുന്നോട്ടെടുക്കുന്ന തീരുമാനങ്ങൾ ഞാനും നീ മാത്രം അറിയാനുള്ളതാണ്. ആ ഡിസ്കഷനിൽ മറ്റൊരാളുണ്ടാവാൻ പാടില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സാമ്രാജ്യം ഞാൻ മൂലം നശിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് പ്രയോജനമില്ല. നമ്മുടെ വീഴ്ചകൾ നമ്മൾ പരിശോധിക്കണം. തിരുത്തേണ്ടത് തിരുത്തണം. തിരിച്ചുവരവിന് ഒരു ലക്ഷ്യം തീരുമാനിക്കണം. അച്ഛൻ കൂടെ നിന്നാ മതി. നമ്മൾ തകരില്ല അച്ഛാ. വിളിച്ച ഫോൺ എടുക്കില്ല. തിരിച്ചു വിളിച്ചോടെ വരുന്ന. ഞാനിത് ആരോടെ പറയാ? ആരോടൊന്ന് ചോദിക്ക. ഭഗവാനെ, പറയാവുന്നത്ര ഞാൻ കെഞ്ചി പറഞ്ഞില്ല എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുതെന്ന്. നിസ്സാര കാര്യമില്ലല്ലോ. എന്റെ അമ്മയാണോ അല്ലയോ? വേറെ ആർക്കും ഇങ്ങനെ ഒരു ഗതികേടുണ്ടാവരുത്. പറഞ്ഞതൊക്കെ സത്യം, സാഹചര്യങ്ങളിൽ സത്യം. അപ്പോ സങ്കടപ്പെടുത്തി എന്നെ കൊല്ലും. അതാ സംഭവിക്കാൻ പോകുന്നത്.
അമ്മേ അമ്മയും വരുണിനെ സമ്മതിക്കണം. എത്രയോ മുൻപ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും ഇത്രയും കാലം അവളോട് പറയാതിരുന്നില്ലേ? മോളുടെ അവസ്ഥ കണ്ടോ അമ്മേ? അമ്മയ്ക്കൊന്നും പറഞ്ഞൂടായിരുന്നോ? അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ പറയായിരുന്നു പത്മിനി. രാധയ്ക്ക് അവളുടെ അമ്മയെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വരുണിന് ഒട്ടും സന്തോഷമില്ലെന്നാണോ നീ കരുതുന്നത്? കുറെ നാളുകളായിട്ട് രാധിക മോള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ തന്നെയാ ഇപ്പൊ വിലങ്ങ് തടിയായിട്ട് അവളുടെ മുമ്പിലുള്ളത്. നമ്മളുടെ മുമ്പിൽ ഇപ്പോ അവള് നിന്ന് ഉരുകുന്നുണ്ട്. പക്ഷേ തൊട്ടു മുമ്പത്തെ ദിവസങ്ങളിൽ അവൾ ആവർത്തിച്ചത് അവളെ പ്രസവിച്ച അമ്മയെ കണ്ടാല് അവൾ അംഗീകരിക്കില്ലെന്ന. ആ പേടി എല്ലാവരിലും ഉണ്ടാവില്ലേ? അതൊക്കെ വെറും തോന്നലാ അമ്മേ. എനിക്ക് തോന്നുന്നത് ശ്യാമയാണ് അവളുടെ അമ്മയെന്നറിഞ്ഞ അത് സന്തോഷത്തോടെ അവള് സ്വീകരിക്കുമെന്നാ. അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം രാധയ്ക്ക് തോന്നട്ടെ. അത് അവളുടെ മനസ്സിൽ വല്ലാതെ ഉറച്ചു കഴിയുമ്പോ അവള് സ്വന്തം അമ്മയെ സ്വീകരിക്കട്ടെ. അതാണ് വരുണും ആരതിയും ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നടക്കട്ടെ. മുത്തശ്ശി, എനിക്ക് അത്യാവശ്യമായിട്ട് ഫിദ മാഡത്തിനത് കാണണം. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. പോതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട്. അതിനിവിടെ എന്താ തടസ്സം? മോള് പോയിട്ട് വാ. ഞാൻ പോയിട്ട് വരാമേ. ആ പത്മിനിയുടെ ചോദ്യത്തിനുള്ള ഉത്തരവാ. ഇപ്പൊ അവള് ഫിദയെ കണ്ട് എനിക്ക് എന്റെ അമ്മയെ വേണോന്ന് പറഞ്ഞാല് അത് ഞാനാണെന്ന് ഫിദ പറയും. അമ്മയുടെയും മോളുടെയും ജീവിതത്തിൽ അത് ഏറ്റവും വലിയ മുഹൂർത്തമായിരിക്കും. വരുണിനോട് വിളിച്ച് പറയണ്ടേ? അവൻ കൂടി ചെല്ലട്ടെ അവിടെ. വേണ്ട പത്മിനി, അത് അവരുടെ മാത്രം നിമിഷങ്ങളാ. അത് അവരാസ്വദിക്കട്ടെ. എല്ലാം നന്നായി തീരട്ടെ. ശ്യാമ, രാധിക മോള് ഉറപ്പായിട്ടും എല്ലാം കണ്ടു കാണും. ഇനി നമുക്കറിയാനുള്ളത് അവളുടെ റിയാക്ഷനാണ്. എന്ന് പറഞ്ഞാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, അല്ലേ അടുത്തേ? ഈ ടെൻഷനൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാവുന്നതല്ലേ. കാത്തിരുന്നേ പറ്റൂ.